ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 10 വെള്ളിയാഴ്ചയാണ്. ഒരിക്കൽ കൂടി US മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡൗ ജോൺസ് തുടർച്ചയായ 7ാമത്തെ ദിവസമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ന്റെ ഫ്യൂച്ചേഴ്സും പോസിറ്റീവിലാണ് എന്നത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. മാത്രമല്ല നിഫ്റ്റിയിൽ ഇന്ന് ഒരു ഇംപ്ലൈഡ് ഓപ്പണിനുള്ള സാധ്യതയുള്ളത് 75 മുതൽ 85 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്നെയാണ്. എന്നിരുന്നാലും ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ തന്നെയാണ്. കഴിഞ്ഞ 12 ദിവസമായി ഇന്ത്യ വിക്സ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കമന്റ് വളരെ വിലപ്പെട്ടതാണ്. എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ വലിയ ഫോളാണ് കണ്ടത്. സെൻസെക്സ് 1100-ലേറെ പോയിന്റ്സ് ഇടിഞ്ഞു. നിഫ്റ്റി 22,000 എന്ന ക്രൂഷ്യൽ സോൺ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇന്നലത്തെ ഇടിവിന് പ്രധാന കാരണം പൊതു തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വങ്ങളാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ 19 റേഞ്ചൊക്കെ ടച്ച് ചെയ്ത് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റിയിലുള്ള ഷാർപ്പ് ഫോളിന് കാരണം ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, L&T, HDFC ബാങ്ക്, ICICI ബാങ്ക്, ITC തുടങ്ങിയ സ്റ്റോക്കുകളിലെ വലിയ സെല്ലിംഗ് തന്നെയായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ വലിയ സെല്ലിങ്ങും കാരണങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 3 ഫേസുകളിൽ വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ കുറവ് വന്നത് വിപണിയെ അസ്വസ്ഥമാക്കുന്നു. കൂടാതെ ഭരിക്കുന്ന പാർട്ടിക്ക് 400-ൽ താഴെ സീറ്റുകളാണോ കിട്ടുക എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള ആശങ്കകളാണ് വിപണി ഇന്നലെ ഇടിയാനുള്ള കാരണങ്ങളായി ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നത്. മറ്റൊരു വാർത്ത, ജലവൈദ്യുതി ഉൽപ്പാദനത്തിലെ ഇടിവ് കാരണം 14 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വൈദ്യുതി ക്ഷാമമാണ് ജൂൺ മാസത്തിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത്. തടസ്സം ഒഴിവാക്കാൻ സർക്കാർ പ്ലാന്റുകൾ അറ്റകുറ്റപ്പണികൾ മാറ്റിവെക്കുകയും പ്രവർത്തനരഹിതമായ യൂണിറ്റുകൾ പുനരാരംഭിക്കുകയും ചെയ്യുന്നു. ജൂണിൽ 14 ജിഗാവാട്ടിന്റെ ഏറ്റവും വലിയ ക്ഷാമമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഇടിവ് 2009-10 സാമ്പത്തിക വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കുറവാണ്. അടുത്തത് റിസൾട്ടുകളിലേക്കാണ്. ആദ്യം BPCL നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 4789.57 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 6870.47 കോടി രൂപയായിരുന്നു. അതായത് നെറ്റ് പ്രോഫിറ്റിൽ 30% ഒരു ഷാർപ്പ് ഡിക്ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഉള്ളത് 1.32 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1.33 ലക്ഷം കോടി രൂപയായിരുന്നു. അടുത്തത് മഹാനഗർ ഗ്യാസ് ആണ്. കമ്പനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 265 കോടി രൂപയാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1567 കോടി രൂപയുമാണ്. അടുത്തത് ബ്രിഗേഡ് എന്റർപ്രൈസസ് ആണ്. 660 കോടി രൂപ മൊത്ത വികസന മൂല്യത്തിൽ ബാംഗ്ലൂരുവിൽ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് വികസിപ്പിക്കാൻ പോവുകയാണ് ബ്രിഗേഡ് എന്റർപ്രൈസസ്. മറ്റൊരു കമ്പനി ഡൈനാമിക് സർവീസസ് ആൻഡ് സെക്യൂരിറ്റീസ് ആണ്. ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും കമ്പനിക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചു. 6.83 കോടി രൂപ വിലമതിക്കുന്നതാണ് ഓർഡർ. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചിനി മിൽസ്, കാനറ ബാങ്ക്, GMR ഇൻഫ്ര, ഐഡിയ, PEL, PNB, സെയിൽ, സീൽ എന്നീ കമ്പനികളാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ: ടാറ്റ മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ്, സിപ്ല, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ABB ഇന്ത്യ, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, ദിലീപ് ബിൽഡ്കോൺ, ആർത്തി ഇൻഡസ്ട്രീസ്, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ, ഡോക്ടർ ലാൽപത് ലാബ്സ്, പോളിക്യാബ് ഇന്ത്യ, തെർമാക്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി നമ്മുടെ ലൈവ് സെഷൻ ആരും തന്നെ കാണാൻ മറക്കാതിരിക്കുക. കാരണം 10 മണി മുതൽ 3:30 വരെ ദൈർഘ്യമുള്ള ഒരു സെഷനാണ്. അത്രയേറെ എഫേർട്ട് എടുക്കുന്ന ഒരു സെഷനാണ്. നമ്മുടെ പല ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റ് ടൈമിൽ ഉടനീളം ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ പരമാവധി ലൈവ് കാണാൻ ശ്രമിക്കുക. ഇനി ലൈവ് കാണാൻ പറ്റാത്തവർക്ക് രാവിലെ 9 മണി മുതൽ 3:30 വരെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുമുണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് ഇന്നലെ ഡീപ്പ് റെഡിലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നത്. തുടർച്ചയായ 3ാമത്തെ ദിവസവും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 21,987-ൽ 345 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. സെൻസെക്സ് 1062 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. കൂടാതെ സ്മോൾ ക്യാപ്പ് 2.83% ഇടിഞ്ഞത്. മിഡ് ക്യാപ്പ് 1.82% ഇടിഞ്ഞു. ടെക്നിക്കലി ഇൻഡെക്സ് റൈസിംഗ് ചാനൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അപ്സൈഡിൽ 21 ഡേ EMA ഉള്ള 22,400 ലെവൽ അപ്സൈഡിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് തന്നെയാണ്. കഴിഞ്ഞ മാസം നിഫ്റ്റി 21,780-ൽ ഒരു സപ്പോർട്ട് എടുത്തിരുന്നു. അപ്പോൾ ആ ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ 100 ഡേ EMA ഉള്ള 21,817 ലെവൽ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ കൂടിയാണ്. നിഫ്റ്റി ഇപ്പോൾ 50 ഡേ EMA ബ്രേക്ക് ചെയ്തിരിക്കുന്നു. 22,000-ന് താഴെയായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്കും താഴെയാണ് നിഫ്റ്റി ഉള്ളത്. ഇതെല്ലാം നെഗറ്റീവ് ഫാക്ടേഴ്സ് തന്നെയാണ്. നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാരണം ഓവർസോൾഡ് ലെവലിലാണ് നിഫ്റ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഡേ ക്യാൻഡിൽ.
ചെറിയ അപ്പർ വീക്കോട് കൂടിയ വലിയ ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 22,300 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 22,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,000 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 21,950 509% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. 31,896% വർധനവ്. ഒരു വലിയ ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് അവിടെ കാണുന്നത്. അടുത്തത് 21,900 സ്ട്രൈക്കിൽ 196% വർധനവ്. ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിൽ 2,331% വർധനവ്. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. അടുത്തത് 22,000 സ്ട്രൈക്കിൽ 4% ഇടിവ്. ഒരു ലോങ് അൺവൈൻഡിങ് പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിൽ 2,217% വർധനവ്. ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, എന്നാലും പറയാം. കോൾ സൈഡ് തന്നെയാണ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റി 1.5% ഇടിഞ്ഞപ്പോൾ ബാങ്ക് നിഫ്റ്റി 1% മുകളിൽ ഇടിഞ്ഞു. 47,487 533 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആയ 50-ഡേ EMI ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഡൗൺ സൈഡിൽ 100-ഡേ EMI ഉള്ള 47,050 പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 48,200 മുതൽ 48,500 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 48,500 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അത് കഴിഞ്ഞ് 48,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000-ഉമാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യ വിക്സ് വീണ്ടും ഉയരുകയാണ്. ഇന്നലെ 18.20 6.56% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 11ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്ക് ഡാറ്റ പാറ്റേൺസ് ആണ്. ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 2,840 രൂപയാണ്. ടാർഗറ്റ് ആയി ഫിക്സ് ചെയ്യുന്നത് 3,200. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 10 മുതൽ 15% വരെ നിങ്ങൾക്ക് എത്ര നഷ്ടം സഹിക്കാൻ കഴിയുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് കൃത്യമായി അതിൻ്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&S സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്ക്. സ്വിംഗ് സെഗ്മെന്റിൽ ആദ്യം ജൂപ്പിറ്റർ വാഗൻസ് ആണ്. ഏപ്രിൽ 25-ന് 416 എൻട്രി എടുക്കുന്നത്. 448 വരെയാണ് അപ്പായത്. 16% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് DCM ശ്രീരാം. മെയ് 6-നാണ് നമ്മൾ ഇതിൽ എൻട്രി എടുക്കുന്നത്. 1,003 എൻട്രി പ്രൈസ്. 1,029 വരെയാണ് അപ്പായത്. 2.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് പ്രൈക്കോൾ ലിമിറ്റഡ് ആയിരുന്നു. ഏപ്രിൽ 18-ന് 422 എൻട്രി എടുത്തത്. 462.9 വരെ അപ്പായി. 8.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് SKF ഇന്ത്യ. ഏപ്രിൽ 12-ന് 4,745 നിന്നും 5,100 വരെ അപ്പായി. 6.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് TI ഇന്ത്യ ആയിരുന്നു. ഫെബ്രുവരി 19-ന് 3,727 നിന്നും 4,088 വരെ അപ്പായി. 8.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് ആണ്. 1000 CE ആയിരുന്നു ഇൻട്രാഡേയിൽ നമ്മൾ പറഞ്ഞത്. 2 ടാർഗറ്റുകളാണ് പറഞ്ഞത്. 2 ടാർഗറ്റും നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 54.75 എൻട്രി എടുത്തത്. 63 വരെയാണ് അപ്പായത്. ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. മാത്രമല്ല SL ഹിറ്റ് ചെയ്തത് മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞ നിഫ്റ്റി 22,300 CE ആയിരുന്നു. SL ഹിറ്റ് ചെയ്തു. നമ്മൾ അതൊന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെയും ഒരു ബിഗ് സെല്ലിങ്ങിലേക്ക് തന്നെ പോയി. 6,994 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 5,642 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇതോടെ മെയ് മാസത്തിൽ 22,858 കോടി രൂപയ്ക്ക് FIS സെല്ല് ചെയ്ത് കഴിഞ്ഞു. അവരുടെ സെല്ലിംഗ് ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു സെല്ലിംഗ് തന്നെയാവും മെയ് മാസത്തിൽ നമുക്ക് കാണാൻ കഴിയുക. US മാർക്കറ്റിലേക്ക്. ഇന്നലെയും US-ലെ 3 മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.85% നേട്ടത്തിലും നാസ്ഡാക്ക് 0.27% നേട്ടത്തിലും S&P 500 0.51% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്.
ഡൗ ജോൺസ് തുടർച്ചയായ ഏഴാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ പുറത്തു വന്ന ജോബ്ലെസ് ക്ലെയിംസ് എക്സ്പെക്ട് ചെയ്തതിലും വർദ്ധിച്ചു. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ ഒരു സാധ്യതകൾ വീണ്ടും ഇൻവെസ്റ്റേഴ്സിന് തുറന്നുകൊടുത്തു. കൂടാതെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകളിൽ 2 ബേസിസ് പോയിന്റ്സിന്റെ ഇടിവ് കണ്ടു. ഇപ്പോൾ 4.46 ബോണ്ട് ഈൽഡ് ഉള്ളത്. ഡോളർ ഇൻഡെക്സ് 105.24 ഈൽഡുകളിലുണ്ടായ ഒരു റിലീഫ് മെഗാ ക്യാപ് സ്റ്റോക്കുകളായ ആമസോൺ, ആപ്പിൾ, മെറ്റ എന്നിവ ഉയരാനുള്ള കാരണമായി. ഇന്ന് വൈകുന്നേരം സെൻട്രൽ ബാങ്ക് ഒഫീഷ്യൽസിന്റെ സ്പീച്ച്, അതുപോലെ മെയ് മാസത്തെ കൺസ്യൂമർ സെന്റിമെന്റ് ഡാറ്റയും പുറത്തു വരാനുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് ഇന്നലെയും ഇടിവിൽ തന്നെയായിരുന്നു ഇന്ത്യൻ ADR സ്റ്റോക്കുകൾ. ടെക്സൈഡിൽ ഇൻഫോസിസ് 0.73% ഇടിഞ്ഞത്. വിപ്രോ 1.19% ഇടിഞ്ഞു. HDFC ബാങ്ക് 1.33% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 0.71% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡിയാണ് വലിയ നഷ്ടമുണ്ടാക്കിയത്. 2.84% ഇടിഞ്ഞു. മേക്ക് മൈ ട്രിപ്പ് മാത്രമാണ് ഒരു നേട്ടം ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയുള്ളൂ. 2.84% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.17% നേട്ടത്തിൽ, S&P 500 0.10% നേട്ടത്തിൽ, നാസ്ഡാക്ക് 0.09% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഏർണിംഗ് സീസണിൽ വിന്നിംഗ് മൊമെന്റം തുടർന്ന് യൂറോപ്യൻ മാർക്കറ്റുകൾ. UK മാർക്കറ്റ് FTSE 0.33% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.69% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് DAX 1.02% നേട്ടത്തിലും, സ്റ്റോക്ക് 600 0.2% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഓട്ടോ സ്റ്റോക്കുകളാണ് അവിടെ ഇടിവുണ്ടാക്കിയത്. 0.9% ഇടിഞ്ഞപ്പോൾ ഗ്യാസ് സ്റ്റോക്സ് 0.9% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇന്നലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നു. ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഇത് ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. DAX 0.04% ഇടിവിലാണ്. CAC 0.06% നേട്ടത്തിലും, FTSE 0.01% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ. ഇന്നലെ US മാർക്കറ്റ് ഉയർന്നതിനെ തുടർന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ നേട്ടത്തിലാണ്. ജപ്പാനിൽ നിന്നും ട്രേഡ് ബാലൻസ് ഡാറ്റ പുറത്തു വരാനുണ്ട്. പ്രധാനപ്പെട്ട ഡാറ്റയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. 22,156 ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. അതായത് 67 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു 75 മുതൽ 85 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ഉള്ളത് 0.99% നേട്ടത്തിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.52% നേട്ടത്തിൽ. സിംഗപ്പൂർ മാർക്കറ്റ് 0.76% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 0.79% നേട്ടത്തിലാണ്. ഓയിൽ പ്രൈസുകൾ. ചൈനയിൽ നിന്നും US-ൽ നിന്നുമുള്ള കണക്കുകൾ പ്രകാരം വ്യാഴാഴ്ച എണ്ണവില ഒരാഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ 2 ക്രൂഡ് ഉപഭോഗ രാജ്യങ്ങളുടെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബ്രന്റ് ഇപ്പോൾ ഉള്ളത് $84.27 പെർ ബാരൽ എന്ന നിലയിൽ 0.11% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $79.71 പെർ ബാരൽ എന്ന നിലയിൽ 0.57% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഓതറൈസ്ഡ് ആയ സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.